ഓൾ ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ. വൈകുന്നേരം പാത്തുട്ട വരുമ്പോൾ ഭയങ്കര ടയേർഡായിട്ടും വിശന്നിട്ടൊക്കെ ആയിട്ട് വരിക. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച് തുടങ്ങിയ പണിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് മുട്ടപ്പാലടയാണ്. അതുണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. ഒരു ജാറിലേക്ക് കുറച്ച് അരിപ്പൊടി, ഒരു മുട്ട, കുറച്ച് മൈദപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പഞ്ചസാര, ഏലക്ക, ജീരകം, വേണമെങ്കിൽ ഒരു ചെറിയുള്ളി, ഇത്രയും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് ഉടനെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. ആദ്യമേ തന്നെ നമ്മളൊരു അപ്പച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു തവി ഒഴിച്ചിട്ട് ചുറ്റിച്ചെടുക്കുക അപ്പം പോലെ തന്നെ. എന്നിട്ട് മൂടി വെച്ച് പെട്ടെന്ന് വെന്ത് കിട്ടുവേ. നമുക്കിതിൽ സോഡാപ്പൊടി ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഉണ്ടാക്കിയ മാവ് അപ്പം തന്നെ നമുക്ക് ചുട്ടെടുത്താൽ നന്നായിട്ട് വരും കേട്ടോ. അങ്ങനെ ചുട്ടെടുത്ത അപ്പത്തിലേക്ക് കുറച്ച് തേങ്ങയും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് റോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മുട്ടപ്പാലട റെഡി. ഞങ്ങളുടെ ഭാഗത്തൊക്കെ മുട്ടപ്പാലട എന്നാ പറയുക. ഇത് ഓരോ ഭാഗത്തും ഓരോ പേരാണ് തോന്നുന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ വേറെ വല്ല പേരും അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ എനിക്കും അറിയാമല്ലോ അതെന്താന്ന്. അങ്ങനെ ഞാനും ഓരോ മുട്ടപ്പാലട ഉണ്ടാക്കി കഴിച്ച് ഒരു കാപ്പിയും കുടിച്ചിട്ടോ. പിന്നെ പാത്തുക്കുട്ടിക്ക് ഉണ്ടാക്കി വെച്ചേ. അപ്പോൾ ഇന്ന് ഭയങ്കര ടയേർഡായിട്ടായിരിക്കും അവൾ വരികയെന്ന് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നല്ല ടയേർഡായിട്ടായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പാത്തുക്കുട്ടി നടന്നു വരുന്ന കണ്ടോ, ഭയങ്കര ടയേർഡായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഓഫീസിലെത്തിയിട്ടുണ്ട്. വരുമ്പോൾ തന്നെ നമ്മൾ വേറൊരു ഡ്രസ്സ് ഇട്ടിട്ടാണ് കേട്ടോ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ പുതിയ പുതിയ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ അവൾക്ക് അത് ഇടണമെന്നായി. ഇവിടെ വന്ന അവൾ എപ്പോഴും അവൾക്ക് ഇഷ്ടമുള്ള ഓരോന്ന് എടുത്തിടും കേട്ടോ. അപ്പോൾ ഇതിൽ ഓരോന്ന് എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇഷ്ടമായി, പൊന്നാണ്, മുത്താണെന്നൊക്കെ പറയാം. അതിൻ്റെ ഓരോ പാറ്റേണും കളറുകളൊക്കെ നമുക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ പിന്നെ കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ സ്റ്റോക്ക്. ഇപ്പോൾ നമുക്ക് ഫ്ലിപ്കാർട്ട്, ആമസോൺ, മീഷോയിലൊക്കെയാണ് നമ്മളിത് കൂടുതലായിട്ട് പോകുന്നത്. നമുക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ചെയ്യുക. ആവശ്യക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. നല്ല അഫോർഡബിൾ പ്രൈസിലാണ് വരുന്നത്. പിന്നെ വാപ്പിയാണെന്നുണ്ടെങ്കിൽ പാത്തുക്കുട്ടിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് വിൽക്കാൻ സമ്മതിക്കുള്ളൂ. അതുകൊണ്ട് പാത്തുക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ അവിടുത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കുരുത്തക്കേട് അവൾ കാണിക്കുന്നത് കേട്ടോ. അത്യാവശ്യം എല്ലാ പേപ്പറിലും അവൾക്ക് നല്ല മാർക്ക് ഉണ്ടാവാറുണ്ട്. നന്നായിട്ട് UKG പഠിക്കണേ. അപ്പോൾ എല്ലാത്തിലും 10 10, 5 5 ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു എന്താണെന്നറിയോ, എൻ്റെ സൈൻ അവളാണ് കേട്ടോ ഇടുന്നത്. എൻ്റെ പേര് നോക്കിയിട്ട് അവൾ ഇട്ടിട്ട് എൻ്റെ താഴെ ഒരു അണ്ടർലൈൻ ഒക്കെ ചെയ്യണേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് തെറ്റാണെന്ന് അവൾക്ക് അറിയില്ല. അവൾ എന്നോട് സൈൻ ചെയ്ത് തരണമെന്ന് പറഞ്ഞപ്പോൾ പണികൾ കഴിഞ്ഞിട്ട് ചെയ്തു തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നെ വെയിറ്റ് ചെയ്യാൻ നേരമില്ലാത്തതുകൊണ്ട് അവൾ എൻ്റെ പേര് എഴുതിയിട്ടൊക്കെ സൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. അങ്ങനെ കുറച്ച് തുണിയൊക്കെ അലക്കാണ്ടായിരുന്നു. പുറത്ത് നോക്കിയപ്പോൾ മഴ. പിന്നെ ഞാൻ ഉള്ളിൽ കയറി വന്നു കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യാണ്ടായിരുന്നു. ഒക്കെ